വന്ദേമാതരം ചൊല്ലിയാൽ ആകാശം ഇടിഞ്ഞു വീഴുമോ? ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് കൽക്കത്ത കോടതിയുടെ പരാമർശത്തിന് ശേഷം രാജ്യമൊട്ടാകെ ചർച്ചയായ ഒരു ചോദ്യമായിരുന്നു ഇത്. ഇപ്പോൾ നമ്മുടെ കേരള സർക്കാരും ഒരു പടി കൂടി കടന്ന് വന്ദേമാതരം മുഴുവനായി ചൊല്ലണമെന്ന് ഉത്തരവിറക്കിയിരിക്കുന്നു. ഇവർക്കുള്ള മറുപടി ഞാൻ വീഡിയോയുടെ അവസാനം പറയുന്നുണ്ട്. പക്ഷെ യഥാർത്ഥ ചോദ്യം അതല്ല. ഒരു ജനാധിപത്യ രാജ്യത്ത് ദേശസ്നേഹം നിയമം കൊണ്ട് നിർബന്ധമാക്കാൻ കഴിയുമോ എന്നതാണ്. അതോ അത് ഓരോ പൗരന്റെയും മനസ്സാക്ഷിയുടെയും വിശ്വാസത്തിന്റെയും വിഷയമാണോ? ഇന്ന് അതാണ് നമുക്ക് സംസാരിക്കാനുള്ളത്. കൽക്കത്ത ഹൈക്കോടതി മദ്രസകളിലും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലും വന്ദേമാതരം ചൊല്ലിയാൽ ആകാശം ഇടിഞ്ഞു വീഴില്ല എന്ന നിരീക്ഷണം നടത്തി. ഈ പരാമർശം പലർക്കും സാധാരണ ബുദ്ധിയുള്ള ഒരു അഭിപ്രായമായി തോന്നിയേക്കും. ദേശീയ ഐക്യത്തിന്റെ പ്രതീകമായിട്ടൊക്കെ തോന്നും. എന്നാൽ ഏകദൈവ വിശ്വാസികളായ മതസമുദായങ്ങളുടെ കാഴ്ചപ്പാടിൽ പ്രശ്നം മറ്റൊന്നാണ്. അവരുടെ വാദം ഇതാണ്: മറ്റൊരു മതവിശ്വാസവുമായി ബന്ധപ്പെട്ടതായി അവർ മനസ്സിലാക്കുന്ന, ഏകദൈവ വിശ്വാസികൾ മനസ്സിലാക്കുന്ന ഒരു പ്രതീകത്തെയോ സ്തുതിഗാനത്തെയോ ആലപിക്കാൻ നിർബന്ധിക്കുന്നത് അവരുടെ മനസ്സാക്ഷിയുടെ സ്വാതന്ത്ര്യത്തെ ബാധിക്കുന്നില്ലേ? ഇവിടെയാണ് ഭരണഘടന പ്രസക്തമാകുന്നത്. ആർട്ടിക്കിൾ 25 എല്ലാ പൗരന്മാർക്കും മതവിശ്വാസത്തിന്റെയും മനസ്സാക്ഷിയുടെയും സ്വാതന്ത്ര്യം ഉറപ്പു നൽകുന്നു. അതുപോലെ ആർട്ടിക്കിൾ 28 ചില വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ മതപരമായ ചടങ്ങുകളിൽ നിന്ന്, നിർബന്ധിത പങ്കാളിത്തത്തിൽ നിന്ന് വിട്ടുനിൽക്കാനുള്ള സംരക്ഷണം ഉറപ്പു നൽകുന്നു. ഇതുമായി ബന്ധപ്പെട്ട് സുപ്രീം കോടതിയുടെ ഒരു ചരിത്രവിധി ഇന്നും പ്രസക്തമാണ്. 1986 കേരളത്തിലെ യഹോവ സാക്ഷികൾ വിഭാഗത്തിൽപ്പെട്ട വിദ്യാർത്ഥികൾ ദേശീയ ഗാനം പാടാൻ വിസമ്മതിച്ചപ്പോൾ അവർ ബഹുമാനത്തോടെ എഴുന്നേറ്റു നിന്നിരുന്നുവെന്നും ഇവരുടെ മതവിശ്വാസത്തിന്റെ പേരിൽ പാടാതിരുന്നത് ദേശീയ ഗാനത്തോടുള്ള അനാദരമല്ലെന്നും സുപ്രീം കോടതി വ്യക്തമാക്കി. ആ വിധി ഇന്ത്യൻ ഭരണഘടനയുടെ ഒരു വലിയ സന്ദേശം നമ്മെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. ദേശസ്നേഹം നിർബന്ധിത പ്രകടനമല്ല, അത് അവകാശങ്ങളോടൊപ്പം നിലനിൽക്കുന്ന ഉത്തരവാദിത്തമാണ്. 1937 തന്നെ ഈ വിഷയത്തിൽ വിവാദങ്ങൾ ഉയർന്നപ്പോൾ രവീന്ദ്രനാഥ ടാഗോർ സുഭാഷ് ചന്ദ്രബോസിന് എഴുതിയ കത്ത് ഇങ്ങനെയാണ്: വന്ദേമാതരം ഗാനത്തിന്റെ കേന്ദ്രത്തിൽ ദുർഗാസ്തുതിയാണുള്ളത്. മാതൃഭൂമിയെ ദേവീരൂപത്തിൽ 10 കൈകളുള്ള ദുർഗയായി ആരാധിക്കുന്നത് ഒരു മുസ്ലിമിനോ ഏകദൈവ വിശ്വാസിക്കോ അംഗീകരിക്കാനാവില്ല. ആനന്ദമഠം എന്ന സാഹിത്യകൃതിയിൽ ഇതിന് സ്ഥാനമുണ്ടാവും. എന്നാൽ എല്ലാ മതസമുദായങ്ങളും ഒന്നിക്കുന്ന ഒരു പൊതുവേദിയിൽ ഇത് അനുയോജ്യമല്ല. രാഷ്ട്രീയത്തിൽ നമുക്ക് വേണ്ടത് ഐക്യമാണ്, അല്ലാതെ ഒരു പക്ഷത്തിന്റെ പിടിവാശി സൃഷ്ടിക്കുന്ന മത്സരമല്ല. അതിനാൽ ഈ ചർച്ചയുടെ കേന്ദ്രത്തിൽ നിൽക്കേണ്ടത് ഒരു ഗാനമല്ല, ഭരണഘടനയാണ്. ഇന്ത്യയുടെ ശക്തി ഒരേപോലെ ചിന്തിക്കുന്ന പൗരന്മാരിലല്ല, വ്യത്യസ്ത വിശ്വാസങ്ങളുള്ള ആളുകൾക്ക് തുല്യ ബഹുമാനം നൽകുന്ന ജനാധിപത്യത്തിലാണ്. ദേശസ്നേഹം നമ്മുടെ ഹൃദയത്തിൽ നിന്ന് വരേണ്ടതാണ്, ഭയത്തിൽ നിന്നോ നിർബന്ധത്തിൽ നിന്നോ അല്ല. അതുകൊണ്ട് ബഹുമാനപ്പെട്ട കോടതിയോടും ഭരണകൂടത്തോടും പറയാനുള്ളത് ഇതാണ്: ആകാശം ഇടിഞ്ഞു വീഴും സാർ. ഈ ഭൂമിയും ആകാശവും ഉൾപ്പെടെ സർവചരാചരങ്ങളും ഇടിഞ്ഞു പൊളിഞ്ഞു നാമാവശേഷമാവുമെന്നും ശേഷം ആകാശത്തെക്കാൾ പ്രവിശാലമായ സ്വർഗലോകത്ത് സ്ഥിരവാസമുണ്ടെന്നും ഉറച്ചു വിശ്വസിക്കുന്ന വിശ്വാസി സമൂഹത്തെ ഉടുക്കുകൊട്ടി പേടിപ്പിക്കാൻ നോക്കരുത്. നിങ്ങൾ ഭരണഘടന ഇടിഞ്ഞു പൊളിഞ്ഞു വീഴാതെ കാക്കാൻ നിയോഗിക്കപ്പെട്ടവരാണ്. ആ പണി വൃത്തിക്ക് ചെയ്യാൻ നോക്ക് സാർമാരെ.